ഇംഗ്ലീഷ് ഫീൽ ചെയ്യുക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പം നമുക്ക് ഒരു ഇഷ്യൂ വരാറുണ്ട്. എന്താണ് ഇഷ്യൂ? നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ വരാറുണ്ട് അല്ലേ? നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷയം വരാറുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യും. എങ്ങനെ? 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ. ആ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. സ്റ്റാർട്ടിങ് ട്രബിൾ എന്തുകൊണ്ടാണ് വരുന്നത്? നമുക്ക് അതിൻ്റെ റീസൺസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ പോയി കാണുക. ഇവിടെ നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ ഇംഗ്ലീഷിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, ബിഗിനേഴ്സിന് നമുക്ക് എങ്ങനെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, പിന്നെ എങ്ങനെ എൻഡ് ചെയ്യാൻ പറ്റും. ഈ 2 കാര്യങ്ങളായിരിക്കും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യാനാണ് പാട്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫ്ലോ വരുമ്പോൾ നമ്മളങ്ങനെ സംസാരിച്ചോളും. നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. മനസ്സിലായല്ലോ? അപ്പം അതിന് എന്ത് ചെയ്യണം? നമ്മൾ മെയിനായിട്ട് വേണ്ടുന്ന കാര്യം നമ്മൾ സംസാരിക്കുക തന്നെ വേണം. അത് നമ്മൾ സംസാരിക്കാതിരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് തന്നെ ആയാലും നമ്മൾ ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ സ്വിമ്മിങ്ങിന് ഞാനൊരു എക്സാമ്പിൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമാണ്. സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ബുക്ക് വായിച്ചിട്ടോ എത്ര കേട്ട് പഠിച്ചിട്ടോ ഒരു കാര്യമില്ല. സ്വിമ്മിങ് തന്നെ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ തന്നെ സംസാരിക്കണം. അപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താ? നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്നു. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ എൻഡ് ചെയ്യണമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം. നമുക്ക് ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ, എങ്ങനെ നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരാളെ കാണുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹലോ എന്ന് പറയാം, അല്ലെങ്കിൽ ഹായ് എന്ന് പറയാം. അപ്പോൾ അതേയോ നമ്മൾ അവിടെ ഹലോ എന്നോ ഹായ് എന്നോ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പം അയാളും എന്തായാലും റിപ്ലൈ തന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതേയോ ഹലോ എന്ന് പറഞ്ഞ അവസ്ഥയെന്ന് പറയത്തില്ലല്ലോ, ഹലോ എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊരു മുൻകൈ കിട്ടുകയും ചെയ്യും, നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഒരു ചാൻസും കൂടെ കിട്ടും. മനസ്സിലായല്ലോ? ഇനി ഇത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരോടും പറയുന്ന കാര്യമാണ്. ഇനി നമുക്ക് അതോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. ഇതെവിടെയാണ്? കുറച്ച് ഫോർമൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, കുറേ ഓഫീസിലോ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? ഇത് പറയുക. പിന്നെ വേറെ എന്ത് പറയാൻ പറ്റും? വേറെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിക്ക് പറയാൻ ഗുഡ് ടു സീ യു എന്ന് പറയാം. ഗുഡ് ടു സീ യു, നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം നമുക്ക് പറയാൻ പറ്റും. ഗുഡ് ടു സീ യു, നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ അവർക്കൊരു സന്തോഷമാവില്ല. നിന്നെ കണ്ടതിൽ സന്തോഷം എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമായിട്ട് എന്ത് പറയും? സംസാരിക്കാൻ തുടങ്ങും. മനസ്സിലായല്ലോ? ഇനി പ്ലീസ് ടു മീറ്റ് യു, നിന്നെ കണ്ടതിൽ, ഇത് പ്ലീസ് എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയാണ്. പ്ലീസ് ടു മീറ്റ് യു ആ സെയിം മീനിങ് തന്നെയാണ്. പ്ലീസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞാലും ഗുഡ് ടു സീ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാം. ഒരാളോട് ഗുഡ് ടു സീ പറഞ്ഞാൽ ഒരാളോട് പ്ലീസ് ടു മീറ്റ് യു എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി പിന്നെ നൈസ് ടു മീറ്റ് യു, അതും സെയിം തന്നെയാണ്. നൈസ് ടു മീറ്റ് യു എന്നും പറയാം. പിന്നെ എന്താ? ഇതൊക്കെ തുടക്കം. നമുക്ക് നൈസ് ടു മീറ്റ് യു എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമായിട്ട് നമ്മളോട് സംസാരിക്കും അല്ലേ? ഇനി ഇറ്റ് ഈസ് എ പ്ലഷർ ടു മീറ്റ് യു, ഇറ്റ് ഈസ് എ പ്ലഷർ ടു മീറ്റ് യു. മനസ്സിലായല്ലോ? ഇതും സെയിം തന്നെയാണ്. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമാണ്. മനസ്സിലായല്ലോ? ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തുടക്കം. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുപോലെ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് ചോദിക്കുന്നതിന് ഉത്തരം പറയാം. നമ്മൾ പിന്നെ ഹൗ ആർ യു എന്ന് പറഞ്ഞ് തുടങ്ങാം അല്ലേ? വേറെ എന്ത് വേണമെങ്കിൽ വാട്സപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങാം. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. വേർ ഹാവ് യു ബീൻ എന്ന് ചോദിക്കാം. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നാൾ? ഒരുപാട് നാളെയല്ലോ കണ്ടിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ സംസാരിക്കും. പിന്നെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു കോൺവെർസേഷൻ എൻഡ് ചെയ്യണം, പെട്ടെന്ന് അവസാനിപ്പിക്കണം. പെട്ടെന്ന് ഇട്ടിട്ട് പോയാൽ എന്ത് വിചാരിക്കും? നമ്മളെ മാനേഴ്സ് ഇല്ലാത്തവരെന്നല്ലേ വിചാരിക്കും. അപ്പോൾ നമ്മളൊരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുകയും വേണം. അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവസാനിപ്പിക്കേണ്ട ഗുഡ് ബൈ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗുഡ് ബൈ എന്ന് പറയാം. പിന്നെ ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയാം. ഹാവ് എ ഗുഡ് ഡേ, നിങ്ങൾ കോൾ സെൻറ്ററിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമാണ് ഹാവ് എ ഗുഡ് ഡേ എന്നല്ലേ? ഹാവ് എ ഗുഡ് ഡേ, അത് കോമൺ ആയിട്ട് പറയാവുന്നതാണ്. ലാസ്റ്റ് പറയണം ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇനി കീപ്പ് ഇൻ ടച്ച്. കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞാൽ നീ വിളിക്കണേ, പിന്നെ വിളിക്കാം, പിന്നെ മെസ്സേജ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതിന് വേണ്ടിയിട്ടാണ് കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞൊരു പ്രയോഗം ഉപയോഗിക്കുന്നത്. നമുക്കിത് മെയിനായിട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തുടക്കം നമുക്ക് അറിയില്ല. ഈ വേർഡ്സ് ഒന്നും നമുക്ക് അറിയില്ല. അറിയാത്തത് കൊണ്ടാണ് ഇഷ്യൂ വരുന്നത് നമുക്ക് സംസാരിക്കാൻ തുടക്കം അവസാനം. മനസ്സിലായോ? അപ്പോൾ ഈ സെൻറ്റൻസ് ഒക്കെ കാണാൻ പഠിച്ചു നോക്കുക. ഇതങ്ങ് പറയുക. സി യു ലേറ്റർ എന്ന് പറയാം. സി യു ലേറ്റർ, ഐ ആം ഇൻ എ ഹറി, സി യു ലേറ്റർ എന്ന് പറയാം. മനസ്സിലായോ? അങ്ങനെ പറയാം. പിന്നെ വേറെന്ത് പറയാൻ പറ്റും? ഇറ്റ് ഹാസ് ബീൻ സോ ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. ഇറ്റ് ഹാസ് ബീൻ സോ ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. നിന്നോട് സംസാരിച്ച് വളരെ
സന്തോഷമുണ്ട്, വളരെ മഹത്തരമാണ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് ഇതും അങ്ങനെ തന്നെയാണ്. നിന്നോട് ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ സന്തോഷമുണ്ട്, സി യു ലേറ്റർ എന്ന് പറഞ്ഞിട്ട് പോവുക. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഐ ഹാഡ് സച്ച് എ വണ്ടർഫുൾ ടൈം വിത്ത് യു. നിന്നോടൊപ്പം ചിലവഴിച്ച സമയങ്ങൾ ഭയങ്കര നല്ലതായിരുന്നു എന്ന് പറയാം. ഇറ്റ് വാസ് എ പ്ലഷർ ടോക്കിംഗ് ടു യു, അല്ലെങ്കിൽ പ്ലഷർ മീറ്റിംഗ് ടു യു എന്ന് പറയാം. പ്ലഷർ ടോക്കിംഗ് ടു യു എന്ന് പറയാം. ഇറ്റ് വാസ് എ പ്ലഷർ ടോക്കിംഗ് ടു യു. മനസ്സിലായല്ലോ? നിന്നോട് സംസാരിച്ചാൽ വളരെ സന്തോഷമുള്ളതായിരുന്നു. പ്ലഷർ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. മനസ്സിലായല്ലോ? ഇനി ഇറ്റ് വാസ് എ നൈസ് ചാറ്റിംഗ് വിത്ത് യു. മനസ്സിലായല്ലോ? ഇറ്റ് വാസ് എ നൈസ് ചാറ്റിംഗ് വിത്ത് യു, സി യു ലേറ്റർ, പിന്നീട് കാണാം. അല്ലേ? ഇറ്റ് വാസ് എ നൈസ് ചാറ്റിംഗ് വിത്ത് യു, സി യു ലേറ്റർ. ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ പറഞ്ഞത് ഒരുമിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് വിത്ത് യു, ടേക്ക് കെയർ. ടേക്ക് കെയർ എന്നും പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും. ടേക്ക് കെയർ, ലാസ്റ്റ് ടേക്ക് കെയർ എന്ന് പറയുമ്പോൾ അതൊരു നമ്മളവരെ കെയർ ചെയ്യുന്നൊരു ഫീലിംഗ് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഇത് വളരെ ഈസിയാണ്, സിമ്പിളാണ്, നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട്, ഉപയോഗിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഉപയോഗിക്കണം. ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ഒരു 2-3 സെൻറ്റൻസ് പറഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ കൂളായിട്ട് നമുക്കങ്ങ് സംസാരിച്ച് പോകാൻ പറ്റും. അങ്ങനെ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുകയും വേണം. വേർഡ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാം. നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടാൽ മാത്രമേ, നിങ്ങൾ തന്നെ സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അത് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ.